അന്ന് ടൗൺഷിപ്പ് എന്ന ആശയം പറയുമ്പോൾ ഏത് സ്ഥലം ഏത് ഭൂമി എന്നൊന്നും അന്ന് നോക്കിയിരുന്നില്ല. കാരണം അന്നൊരു വികാരപരമായി ഒരുമിച്ച് താമസിപ്പിക്കുക എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ വയനാടിനെ അറിയുന്നവർക്കെല്ലാം അറിയാം, ജന്മം കൊണ്ട മറ്റ് ജില്ലകളിലുള്ളതുപോലെ തുറസായിട്ടുള്ള നിബന്ധനകളില്ലാത്ത ഭൂമി ആരുടെ കയ്യിലും ഇവിടെ ഇല്ല. പല വിധത്തിലുള്ള കേസുകളാണ് എല്ലാ ഭൂമിയിലും. ഭൂപരിഷ്കരണ നിയമത്തെ സംബന്ധിച്ച്, ലാൻഡ് റിസംഷനെ സംബന്ധിച്ച്. അപ്പോൾ എസ്റ്റേറ്റുകളെ പറ്റൂ. 25 എസ്റ്റേറ്റുകൾ അക്കാര്യത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ അന്വേഷിച്ചു. പാരലലായി, ഞാൻ നേരം വൈകിയില്ല എന്ന് നിങ്ങളെ അറിയിക്കാൻ നാൾ വഴിയിലുള്ള ഒരു പ്രവർത്തനം പറഞ്ഞതാണ്. ഓഗസ്റ്റ് മാസത്തിൽ ഓഗസ്റ്റ് 25-ാം തീയതിയാണ് അവസാനത്തെ ദുരന്തബാധിതനെയും താൽക്കാലിക പുനരധിവാസത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. ഞാൻ ഇവരോട് പറഞ്ഞു, പേര് തന്നെ ഞാൻ മറന്നിട്ടില്ല. ഓമന ചേച്ചിയുടെ പേര്, പളനിസ്വാമിയുടെ പേര്, രേവതിയുടെ പേര്, കുടുംബങ്ങളെ നമ്മൾ അവസാനം ഓഗസ്റ്റ് 25. പക്ഷെ അതിനൊപ്പം മറ്റൊരു വഴിയിലൂടെ പാരലലായി 25 എസ്റ്റേറ്റുകൾ നമ്മൾ കണ്ടെത്തി. ആ 25 എസ്റ്റേറ്റുകളിൽ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ടീം പരിശോധിച്ചു. ഒരു ചെറിയ ടീമായിരുന്നില്ല. STMA തയ്യാറാക്കിയതനുസരിച്ച് എല്ലാ വിധത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്തൊരു വലിയ ടീം. ജോൺ മത്തായി, ഡോക്ടർ ദൃശ്യ, ഡോക്ടർ ശ്രീവത്സ, താരാമേനോൻ, നമ്മുടെ പ്രദീപ്, അങ്ങനെ ഒരു വലിയ ടീം, 6 അംഗങ്ങളുടെ ടീം പരിശോധിച്ച് 9 ഇടങ്ങളാണ് അതിൽ ഏറ്റവും സേഫ് എന്ന് കണ്ടെത്തി. ആ 9 ഇടങ്ങളിൽ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദുരന്തബാധിതരോട് പുനരധിവസിപ്പിക്കാനുള്ള നിങ്ങളുടെ ആശയം എന്താണെന്ന് ചോദിച്ച കേരളമാണ്. ചീഫ് സെക്രട്ടറി നേരിട്ട് വന്നിരുന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ പഞ്ചായത്ത് കൂടിയാൽ തൊട്ടടുത്ത പഞ്ചായത്ത് താൽക്കാലിക പുനരധിവാസത്തിന് കൂടി നമ്മൾ അധികം അകലെയല്ല, വൈത്തിരിയും അമ്പലവയലും മുപ്പൈനാടും മുട്ടിനും ഒക്കെ ആലോചിച്ചപ്പോൾ തന്നെ ആളുകൾക്ക് അങ്ങോട്ട് പോകാനുള്ള പ്രയാസമുണ്ടായി. അവർ പറഞ്ഞു പുനരധിവാസത്തിൽ ഇനി കൂടുതൽ ദൂരം പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് 2 എസ്റ്റേറ്റുകൾ സെപ്റ്റംബർ മാസത്തിൽ ദുരന്തം നടന്ന 2ാമത്തെ മാസം 9 എസ്റ്റേറ്റുകളെ കണ്ടെത്തി. അതിൽ 2 എസ്റ്റേറ്റുകൾ ഏതെന്ന് നിശ്ചയിച്ചു. നെടുമ്പാലയും എൽസ്റ്റോണുമായിരുന്നു. ഒക്ടോബർ 3-ാം തീയതി ദുരന്തമുണ്ടായ 62-ാം ദിവസം കേരളത്തിലെ ഗവൺമെൻറ് ഈ 2 സ്ഥലങ്ങളും തത്വത്തിൽ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അത്രയും ഫാസ്റ്റായി ഈ കാര്യങ്ങളിൽ പോകാൻ പറ്റും. പക്ഷേ ഒക്ടോബർ 4-ാം തീയതി ഗവൺമെൻറ് പുറത്തിറക്കിയ 11/2024 DMD പ്രകാരം തത്വത്തിൽ ഏറ്റെടുത്ത ഭൂമി സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങളുണ്ടായി. കോടതിയിൽ കേസിലേക്ക് പോയി. ഏതാണ്ട് അതിനിടയിൽ തെരഞ്ഞെടുപ്പിൻ്റെ പൊതു പെരുമാറ്റച്ചട്ടം വന്നു. പക്ഷേ ഈ 2.5 മാസവും സർക്കാർ വെറുതെ ഇരിക്കുകയായിരുന്നില്ല എന്ന് ഇന്നലെ അവതരിപ്പിച്ച ഏറ്റവും ക്ലീനായിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 27-ാം തീയതി കോടതി ഇത് ഏറ്റെടുത്ത് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള വഴികൾ തീരുമാനിച്ചു. അതനുസരിച്ച് 1-ാം തീയതി തന്നെ, ജനുവരി 1-ന് തന്നെ ക്യാബിനറ്റ് അതിൻ്റെ വിശദാംശങ്ങൾക്ക് അംഗീകാരം കൊടുത്തു. ആ വിശദാംശങ്ങൾ അംഗീകാരം കൊടുത്ത ഉടനെ തന്നെ മേജർ സ്പോൺസേഴ്സുമായി സംസാരിച്ചു. പ്രിയപ്പെട്ട ശ്രീ ഗീത EASൻ്റെ ജോയിൻറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് സംഭാവന കിട്ടുന്നതൊക്കെ നിയന്ത്രിക്കാൻ തീരുമാനിച്ച ഒരു സമിതി, അവരുമായിട്ടെല്ലാം ആശയവിനിമയം നേരത്തെ തന്നെ നടത്തിയിരുന്നു. മേജർ ടീമുമായി 1-ാം തീയതി സംസാരിച്ചു. അടുത്ത ടീമുമായി 4-ാം തീയതി മുഖ്യമന്ത്രി സംസാരിക്കുകയും ചെയ്യും. ആ പ്രശ്നങ്ങളിൽ സ്പോൺസർമാരുമായി സംസാരിച്ചു കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഇനി ഫീൽഡിലേക്ക് പോവുകയാണ്. സാധാരണ നിലയിൽ എൽസ്റ്റോണിലും നെടുമ്പാലയിലും ദീർഘമായിട്ടുള്ള ഏക്കർ ഭൂമി ഉണ്ടെങ്കിലും അവിടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് തടസ്സം വരാത്ത വിധത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എത്ര ഏക്കർ ഏറ്റെടുക്കാം എന്നുള്ളതിൽ ഒരു അവസാനത്തെ കണക്കുണ്ടാകണം. എത്ര ഏക്കറയിൽ നമുക്ക് പുനരധിവാസം സ്ഥിരമായി കൊണ്ടുവരാം എന്നൊരു കണക്കുണ്ടാക്കണം. അതിനുവേണ്ടി നമുക്ക് ഇപ്പോൾ സാധാരണ നിലയിൽ നമ്മൾ നടത്തിയിരുന്ന ഡ്രോൺ സർവേയും അതുപോലെ തന്നെ ആർട്ടിക്ക റോവർ ഉപയോഗിച്ചിട്ടുള്ള സർവേയും പൂർത്തീകരിച്ച കണക്കുകളാണ് നമ്മൾ കൊടുത്തതെങ്കിലും ഗ്രൗണ്ട് റിയാലിറ്റി പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന ഗ്രൗണ്ട് സർവേ, ടോപ്പോഗ്രാഫിക്കൽ സർവേ, ഹൈഡ്രോളജിക്കൽ സർവേ, ജിയോ ടെക്നിക്കൽ സ്റ്റഡി, ഇത്തരം കാര്യങ്ങൾ 4 കാര്യങ്ങൾ എൽസ്റ്റോണിൽ 15 ദിവസത്തിലും നെടുമ്പാലയിൽ 20 ദിവസത്തിനുമകം പൂർത്തീകരിക്കണം എന്നാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ടോപ്പോഗ്രാഫിക്കൽ സർവേ, ഗ്രൗണ്ട് സർവേ, ഹൈഡ്രോളജിക് സർവേ, ജിയോ ടെക്നിക്കൽ സ്റ്റഡി. അതോടുകൂടി നമുക്ക് ഓരോ വീടും പൊതുസ്ഥാപനങ്ങളും റോഡും ഒക്കെ കടന്നു പോകുന്ന വഴികളുടെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി നമുക്ക് ബോധ്യമാകും. അത് 15-20 ദിവസത്തിനുള്ളിൽ നടക്കും. ഇതേ ദിവസം തന്നെ സൈമിൾട്ടേനിയസായി നമുക്ക് സോയിൽ ടെസ്റ്റ് നടത്താനുള്ള സൗകര്യങ്ങൾ കൂടി ബന്ധപ്പെട്ടവരോട് നടത്തണം എന്ന് ULCCയോട് ഇന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളും നടക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്
നഷ്ടപരിഹാരം കൊടുക്കേണ്ട LAR 2013 അനുസരിച്ചിട്ടുള്ള തുക എത്ര എന്ന് നിശ്ചയിക്കാൻ ഉള്ള റവന്യൂ സർവേ ടീമിൻ്റെ പ്രവർത്തനങ്ങളും ഇതേ ദിവസം തന്നെ 20 ദിവസത്തിനുള്ളിൽ തന്നെ സൈമുൾട്ടേനിയസായി നടത്തി പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിലൊരു പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്. അത് വരുമ്പോൾ എത്ര ഭൂമി ഏറ്റെടുക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു അവസാനത്തെ കണക്ക് നമുക്ക് ലഭ്യമാകും. രണ്ടാമത്തെ കാര്യം മരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇപ്പോൾ DNA ടെസ്റ്റിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് 454 ബോഡിയും ബോഡി പാർട്ടുമാണ് ലഭിച്ചിട്ടുള്ളത്. വയനാട് പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് മന്ത്രിസഭ തീരുമാനം കൈക്കൊള്ളുകയും പുനരധിവാസ പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ മന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചത്.